ബി പോസിറ്റീവ് പരിപാടിയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ കുട്ടികളുടെ വിവിധ പ്രശ്നങ്ങളാണല്ലോ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തത്. അവരുടെ ബൗദ്ധിക തലത്തിലുണ്ടാകുന്ന ചില വൈകല്യങ്ങൾ, അവരുടെ പഠന മേഖലയിലുണ്ടാകുന്ന വൈകല്യങ്ങൾ, അവരുടെ പെരുമാറ്റത്തിലുണ്ടാകുന്ന വൈകല്യങ്ങൾ, അവരുടെ ബന്ധങ്ങളിലുണ്ടാകുന്ന വൈകല്യങ്ങൾ, ഇങ്ങനെ വിവിധ മേഖലകളിൽ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന വൈകല്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇത് എങ്ങനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും, അതിനെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്തു. ഇത് പ്രധാനമായിട്ടും മാതാപിതാക്കളും സ്കൂളിലെ അധ്യാപകരും ഇതിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ ഏതെങ്കിലും രീതിയിലുള്ള പെരുമാറ്റങ്ങളോ പഠനത്തിലുണ്ടാകുന്ന വൈകല്യങ്ങളോ കണ്ടാൽ ഉടനെ അങ്ങനെയുള്ളവരെ വിദഗ്ധമായ രീതിയിൽ അത് മനസ്സിലാക്കുവാനുള്ള സ്ഥലത്തേക്ക് വിടുകയും അതിന് തക്ക രീതിയിലുള്ള ചികിത്സകൾ അവർക്ക് നൽകുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. അതിനെക്കുറിച്ചുള്ള വലിയൊരു ഉൾക്കാഴ്ച മാതാപിതാക്കൾക്കും അതോടൊപ്പം അധ്യാപകർക്കും ഉണ്ടാകേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതും നമ്മൾ ചർച്ച ചെയ്തു. ഇന്ന് ഈ എപ്പിസോഡിൽ ഈ ചർച്ചയിൽ നമ്മെ സഹായിപ്പാനായിട്ട് വന്നിരിക്കുന്ന വിശിഷ്ട അതിഥികൾ ഇപ്രകാരമുള്ള പ്രശ്നങ്ങളുള്ള കുഞ്ഞുങ്ങളെ സഹായിക്കുന്ന വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണ്. സൈക്കാട്രിസ്റ്റ് ആയിട്ടുള്ളവരുണ്ട്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ളവരുണ്ട്, ലേണിംഗ് ഡിസബിലിറ്റീസ് ഉള്ളവരെ ഹെൽപ്പ് ചെയ്യുന്ന സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് ആയിട്ടുള്ളവരുണ്ട്, ഓക്യുപേഷണൽ തെറാപ്പിസ്റ്റ് ഉണ്ട്, പേരൻസ് ഉണ്ട്, സ്പീച്ച് തെറാപ്പിസ്റ്റ് ഉണ്ട്. ഇങ്ങനെ വിവിധ മേഖലകളിൽ ഈ കുഞ്ഞുങ്ങളെ സഹായിപ്പാൻ സാധിക്കുന്ന പലരും, അതുപോലെ തന്നെ കൗൺസിലേഴ്സ് ആയിട്ടുള്ളവരും ഒക്കെ നമ്മുടെ മധ്യേ ഉണ്ട്. അതുകൊണ്ട് ഈ വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ആധികാരികമായിട്ട് പറയുവാൻ ഇവരെ കൊണ്ട് സാധിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് മാതാപിതാക്കൾക്കും മറ്റുള്ളവർക്കും പ്രയോജനപ്രദമായ രീതിയിൽ എങ്ങനെ ഈ പ്രയാസങ്ങളെയും പ്രശ്നങ്ങളെയും നമുക്ക് കൈകാര്യം ചെയ്യുവാനും അതിജീവിപ്പാനും സാധിക്കും എന്നുള്ളത് ഇന്ന് ചർച്ച ചെയ്യാം. പല ഘടകങ്ങൾ പറഞ്ഞുവെങ്കിലും പ്രധാനമായിട്ട് ഈ പഠന വൈകല്യം എന്നുള്ള ഒരു വിഷയമാണ് കൂടുതൽ ഊന്നൽ നൽകി കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചർച്ച ചെയ്തത്. പഠന വൈകല്യമുള്ള കുട്ടികൾക്ക് ഏതെങ്കിലും രീതിയിൽ പ്രത്യാശയ്ക്ക് വകയുണ്ടോ? ഏതെങ്കിലും റെമഡിയൽ മെഷേഴ്സ് കൊണ്ട് അവരെ നമുക്ക് സഹായിക്കാൻ ഒക്കുവോ? ഈ കണക്കിന് വട്ടപൂജ്യം വാങ്ങിക്കുന്നവനെ എങ്ങനെയെങ്കിലും ഒന്ന് ജയിപ്പിക്കാൻ സാധിക്കുമോ? ഇത് പല മാതാപിതാക്കളും ചോദിക്കുന്നൊരു ചോദ്യമാണ് ഞാൻ ഈ ചോദിക്കുന്നത്. അതിനകത്ത് എന്തെങ്കിലും സഹായം ചെയ്യാൻ ഒക്കുമോ? ഇവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് കൊടുത്താൽ അത് പ്രയോജനപ്പെടുമോ എന്ന് പറഞ്ഞാട്ടെ. തീർച്ചയായിട്ടും പറ്റും. ഈ കുട്ടികളെ എത്രയും നേരത്തെ നമ്മളടുത്ത് കൊണ്ടെത്തിക്കുന്നോ അത് അത്രയും പെട്ടെന്ന് നമുക്ക് ഇവരെ കറക്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റാറുണ്ട്. ഈ ഡിസ്ലെക്സിയ എന്ന് പറയുന്ന അത് വായിക്കാനുള്ള ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമ്മൾ അവരെ ലെറ്റേഴ്സ് തുടങ്ങി സ്റ്റാർട്ട് ചെയ്യും, അക്ഷരങ്ങൾ തുടങ്ങി. ഇപ്പം 4 പഠിക്കുന്ന കുട്ടികൾ അതിനുള്ള ചില പ്രത്യേക മെത്തേഡുകളുണ്ട് ഇവരെ വായിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ചില പ്രത്യേക മെത്തേഡ്. ഓക്കെ, ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. വിഷമമുള്ള ആളാണല്ലോ അതിനും ഉണ്ട്. ഇപ്പം നമ്മൾ വായിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് ശരിക്കും ഫോണിക് സൗണ്ട്സ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലെറ്റേഴ്സ് കഴിഞ്ഞിട്ട് ഫോണിക് സൗണ്ട്സ്. ഇപ്പം ABCD എന്നല്ല നമ്മൾ കൊടുക്കുന്നത്, ആ ബ ക ഡ അങ്ങനെ പറഞ്ഞിട്ടാ. അപ്പം ഒരു സ്പെല്ലിംഗ് ഒക്കെ അവർക്ക് വേഗം ക്യാച്ച് ചെയ്യാൻ പറ്റും. ഏതെങ്കിലും ഒരു സ്പെല്ലിംഗ് ഒരു വേർഡ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൗണ്ട്സ് വെച്ചിട്ട് തന്നെ ആ സ്പെല്ലിംഗ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം അവരെ നമ്മൾ ആദ്യമേ വായിക്കാൻ പഠിപ്പിക്കും, പിന്നെ ലെറ്റേഴ്സ് കൊടുക്കും. അത് കഴിഞ്ഞിട്ടാണ് ഡിസ്ഗ്രാഫിയ എന്ന് പറഞ്ഞ ഇതിനകത്ത് അവർക്ക് കോപ്പി ചെയ്യാനും എഴുതാനും ബുദ്ധിമുട്ട്. അതിനകത്ത് അവർക്ക് ലെറ്റേഴ്സ് ഒക്കെ മിക്സിങ് ആയിരിക്കും. ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും കൂടെ മിക്സ് ചെയ്ത് വരും. അതുപോലെ തന്നെ റിവേഴ്സ് ആയിട്ട് വരും ലെറ്റേഴ്സൊക്കെ. ഡിയും ബിയും കൂടെ എപ്പോഴും കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പോൾ ഈ ഡിയും ബിയും കൺഫ്യൂഷൻ മാറ്റാനായിട്ട് നമ്മൾ അതിനുള്ള ടെക്നിക്ക് പറയും. ബി എന്ന് പറയുമ്പോഴത്തേക്ക് ബാറ്റ് ആൻഡ് ബോൾ എന്ന് മനസ്സിൽ വിചാരിക്കാൻ പറഞ്ഞിട്ടാണ് നമ്മൾ ബി പഠിപ്പിക്കുന്നത്. അപ്പോൾ ബി എന്ന് കേൾക്കുമ്പോഴത്തേക്ക് ബാറ്റ് വരയ്ക്കുക, ബോൾ വരയ്ക്കുക, അപ്പോഴത്തേക്ക് അത് ബി ആയി. അല്ലാത്തത് ഡി. അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ ടെക്നിക്സ് കുറേ ഉണ്ട്. ഈ കണക്കറിയാൻ വയ്യാത്തവനെ എന്നെ ചെയ്യും. കണക്കറിയാൻ വയ്യാത്തവൻ എന്ന് പറയുന്നത് ഇവർക്ക് ലെറ്റേഴ്സ് ഐഡന്റിഫൈ നമ്പേഴ്സ് ഐഡന്റിഫൈ ചെയ്യാൻ വയ്യാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. 5 എല്ലാം തന്നെ തല തിരിഞ്ഞായിരിക്കും എഴുതുന്നത്. 6ഉം 9ഉം കൺഫ്യൂഷൻ ആയിരിക്കും.
ക്യാരി ഓവേഴ്സ് എല്ലാം മിസ്സിങ് ആയിരിക്കും. അപ്പം ഇത് നമ്മൾ പതുക്കെ പതുക്കെ അവരെ ആഡ് ചെയ്യുന്നത് പോലും സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൂട്ടിയും അല്ലാതെ മൈനസ് അല്ലെങ്കിൽ സബ്സ്ട്രാക്ഷൻ, അഡിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഈ സിമ്പിൾസ് ഒന്നും അവർക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല. പെട്ടെന്നെല്ലാം ക്ലംസി ആയിരിക്കും. ഇത് ഏതാണെന്നൊരു പ്ലസ് ഇട്ട് കൊടുത്തിരുന്നാലും അത് ഇൻറ്റു മൾട്ടിപ്ലിക്കേഷൻ ആണോ മിസ്സേ എന്ന് ചോദിക്കും. അപ്പം നമ്മൾ അതിനുമുള്ള ഇത് ചെയ്തു കൊടുക്കണം. മെത്തേഡുകളുണ്ട്. ഇവർക്ക് ഈ ഒരു കോർഡിനേഷൻ, തലച്ചോറിലൊരു കോർഡിനേഷൻ കിട്ടത്തക്കവണ്ണം വല്ല എക്സസൈസുകളും ഉണ്ടോ? എക്സസൈസിൻ്റെ റെമഡിയൽ എക്സസൈസും ഉണ്ട്. പിന്നെ അതിന് നമ്മൾ ഒത്തിരിയും റെമഡിയൽ എക്സസൈസ് കൊടുക്കുക ചെയ്യുന്നത്. ഒത്തിരിയും വർക്കൗട്ട് ചെയ്യാനായിട്ട് കൊടുക്കും. വർക്ക് അങ്ങനെയുള്ള മെത്തേഡുകൾ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് ചില എക്സസൈസുകളുണ്ട്. അതുപോലെ ഓക്യുപേഷണൽ തെറാപ്പി എന്ന് പറയുന്ന, ഓക്യുപേഷണൽ തെറാപ്പിസ്റ്റിനൊന്ന് പറയാവോ ഇവർക്ക് കൊടുക്കാൻ ഒക്കുന്ന ഓക്യുപേഷണൽ തെറാപ്പി അങ്ങനെ വല്ലതും ഉണ്ടോ? ഇവർക്ക് വല്ല കൊടുക്കാവുന്ന എക്സസൈസുകൾ വല്ലതും ഉണ്ടോ? അതിനെക്കുറിച്ചൊന്ന് വിശദീകരിച്ചാട്ടെ. തീർച്ചയായും. ഓക്യുപേഷണൽ തെറാപ്പി ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ് വിത്ത് ഫിസിയോതെറാപ്പി. ഓക്യുപേഷണൽ തെറാപ്പി എന്ന് പറയുന്നത് ശാരീരികമായും മാനസികമായും ബുദ്ധിപരമായും വൈകല്യമുള്ള കുട്ടികളുടെ ദൈനംദിന ജീവിതത്തിൽ സ്വയം പ്രാപ്തരാക്കി തീർക്കുക എന്നതാണ് ഓക്യുപേഷണൽ തെറാപ്പി കൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് അവരുടെ ഡെയിലി ലിവിങ് സ്കില്ലിനെ ഇൻഡിപെൻഡൻ്റ് ആക്കുക. ഇപ്പോൾ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് മോറായിട്ട് കോർഡിനേഷൻ പ്രോബ്ലം മെയിനായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ കോർഡിനേഷൻ ഇംപ്രൂവിങ് ആക്ടിവിറ്റീസ് ലൈക്ക് ജമ്പിങ് ജാക്സ്, സ്ട്രൈറ്റ് ജമ്പ് എന്നൊക്കെ പറയും. അത് ഒരുപോലെ തന്നെ കൈയും കാലും ഒരേ രീതിയിലും മൂവ്മെൻറ്റ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ്. അതുമാത്രമല്ല, ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളുടെ പ്രഷർ ഓഫ് റൈറ്റിങ്, അവരുടെ പെൻസിൽ പിടിക്കുന്ന മെത്തേഡ്, എന്തുമാത്രം പ്രഷർ ആ ബുക്കിൽ വരുന്നു എന്നുള്ളത്, ചിലത് ലൈറ്റായിട്ട് ബ്ലേർഡ് ആയിരിക്കും അവരുടെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ. അപ്പോൾ വെയിറ്റ് ബിയറിംഗ്, ഇപ്പോൾ ഷോൾഡർ, എൽബോ, റിസ്റ്റ് വെയിറ്റ് ബിയറിങ്ങിലൂടെ അവരുടെ പ്രഷർ ഓഫ് റൈറ്റിംഗ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും, കോർഡിനേഷൻ കൂട്ടാനും പറ്റും. അപ്പോൾ ഓക്യുപേഷണൽ തെറാപ്പി കൊണ്ട് ഒരു പരിധി വരെ ഈ കുഞ്ഞുങ്ങൾ ഇംപ്രൂവ്മെന്റ് ഉണ്ടാക്കാമെന്നാണ് പറയുന്നത് അല്ലേ? ഈ ചില കുഞ്ഞുങ്ങൾക്ക് സംസാരിക്കാനായിട്ടൊക്കെ ചില ബുദ്ധിമുട്ടുകളൊക്കെ വരുമേ. ഈ സ്പീച്ച് തെറാപ്പി ഏതെങ്കിലും രീതിയിൽ അവിടെ ഹെൽപ്ഫുൾ ആയി തീരുമോ എന്ന് പറയാവോ? തീർച്ചയായും. സ്പീച്ച് തെറാപ്പിക്ക് നല്ല റോളാണ് ഈ കുട്ടികളിലുള്ളത്. നമുക്കറിയാം, നമ്മളൊക്കെ ഭാഷ പഠിപ്പിച്ച് നമ്മളെ ആരും അമ്മ അച്ഛൻ ഇങ്ങനൊന്നും പഠിപ്പിച്ചിട്ടില്ല. അല്ലാതെ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മള് കേട്ട് പഠിച്ചതാണ്. അമ്മയിൽ നിന്ന് കേട്ടെങ്കിലേ ഇത് പഠിക്കാൻ ഒക്കത്തുള്ളൂ. അതെ, അമ്മയിൽ നിന്ന് കേട്ട് നമ്മൾ ചുറ്റുപാടുകളിൽ നിന്ന് കേട്ട് നമ്മൾ പഠിച്ചു. പക്ഷെ ഈ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കേട്ട് പഠിച്ച് നമ്മളും ഗ്രഹിക്കാനായിട്ട് ഇവർക്ക് സാധിക്കുന്നില്ല. അതായത് ഇവരുടെ പ്രോബ്ലം, അതായത് ബ്രെയിൻ അത്രയും വേഗത്തിൽ ഇതിനെ ഫങ്ഷൻ ചെയ്യത്തില്ല. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഇവർക്ക് ട്രെയിനിങ്. അതായത് അവർക്ക് ഈസി വേയിൽ നമ്മൾ പല മെത്തേഡുകൾ ഉപയോഗിച്ചിട്ട് ഇവരെ ആദ്യം ഒരു കുഞ്ഞ് ആദ്യമായിട്ട് ഇപ്പം നമ്മൾ പഠിപ്പിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ആദ്യമായിട്ട് ഒരു വയസ്സുള്ള ഒരു കുഞ്ഞ് ഒരു 5 തൊട്ട് 10 വരെ വാക്കുകൾ പറയണം. അത് പ്രധാനമായിട്ടും ആ കുഞ്ഞ് പറയുന്ന വാക്കുകൾ എന്ന് പറയുന്നത് ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കും. പിന്നെ പ്രധാനമായിട്ടും അവൻ കഴിക്കുന്ന ഫുഡ് ഐറ്റംസ്, ഇതൊക്കെ ആയിരിക്കും അവൻ ആദ്യമായിട്ട്. ഒന്നും പറയാതിരിക്കുന്ന ഈ മ്യൂട്ടിസം ഉള്ള കുഞ്ഞുങ്ങളുണ്ടല്ലോ, അവരെ ഇതുകൊണ്ട് വല്ലതും പറഞ്ഞ് പഠിപ്പിക്കാൻ നോക്കുമോ? തീർച്ചയായും. അവർക്ക് സംസാരിക്കണം എന്നുള്ളൊരു ബോധം അവരിൽ തന്നെ ഉണ്ടാവുന്നില്ല, നമ്മൾ ഉണ്ടാക്കുകയാണ്. അതായത് നമുക്കറിയാം, ഡിമാൻഡ് ഉണ്ടായാലേ കാര്യമുള്ളൂ. അതായത് എനിക്ക് സംസാരിക്കണം എന്നുള്ളൊരു ആവശ്യം വരണം. എനിക്ക് സംസാരിക്കുന്നതിന് മുമ്പേ എല്ലാ കാര്യങ്ങളും കിട്ടുന്നുണ്ട്, പിന്നെ ഞാൻ ഇതിന് സംസാരിക്കണം. അതാണ് അവന് കിട്ടുന്ന ചില കാര്യങ്ങളെ തടയണം. അതാണ് മാത്രമേ ഇവന് സംസാരിക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാക്കുകയാണ്. അതായത് ഇപ്പൊ നമ്മൾ പറയാ, അവൻ ഒരു സാധനത്തെ കുറിച്ച് ചോദിച്ചെങ്കിൽ മാത്രമേ നിനക്കത് കിട്ടുള്ളൂ. ഇങ്ങനെ ഒരു കുറേ പ്രാവശ്യം വരുമ്പോൾ പ്രധാനമായും നമ്മളൊക്കെ ഫുഡൊക്കെ റെസ്ട്രിക്റ്റ് ചെയ്യുക, അവന് ഇഷ്ടമുള്ള ടോയ്സ് റെസ്ട്രിക്റ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള ഇതൊക്കെ വരുമ്പോൾ അവര് ഓട്ടോമാറ്റിക്കലി ഒരു ഗതിയില്ലാതെ ഒരുപാട് സംസാരിക്കുന്ന ചില ആളുകളെ കണ്ടിട്ടുണ്ടല്ലോ, ഈ വാ തോരാതെ സംസാരിക്കുന്നവര്. അപ്പൊ അവരിങ്ങനെ ചോദിച്ചാണോ അവരുടെ ഈ സംസാര രീതി ഉണ്ടായത്? അതോ അത് പ്രധാനമായിട്ടും അത് കുട്ടികളുടെ സംസാരം ഇതെല്ലാം വരുന്ന നമ്മുടെ പ്രധാനമായും ചുറ്റുപാടിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് അല്ലേ? അവരുടെ ഒരു നീഡാണ് അവരെ ഇതിലേക്ക് കൊണ്ടുവരുന്ന പ്രധാന സംഗതി എന്ന് പറയും. അപ്പൊ എങ്ങനെയാണ് ഈ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുഞ്ഞുങ്ങളെ സഹായിക്കാനായിട്ട് സാധിക്കുന്നെന്നുള്ള വിവിധ മാർഗങ്ങളാണ് പറഞ്ഞത്. ഡോക്ടറെ, ഈ കുഞ്ഞുങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള മെഡിസിൻ ആവശ്യമായിട്ട് വരുമോ? ചില കുട്ടികളിൽ നമുക്ക് മെഡിസിൻ ആവശ്യം വരും. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ട്, അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ. അല്ല, ആ മേഖല നമുക്ക് പിന്നീട് എടുക്കാം. ഈ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള ചില കുഞ്ഞുങ്ങളിൽ ഏതെങ്കിലും രീതിയിലുള്ള മെഡിസിൻ ആവശ്യമായിട്ട് വരുമോ? അതെ, ഈ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത് കുറേയൊക്കെ നമ്മളെ
അറിയാതെ പോകുന്ന കോസസ് ഉണ്ട്. ആ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സിമ്പിളായിട്ട് ഇപ്പം ഭക്ഷണം നല്ലോണം കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ അവർക്ക് അയൺ ഡെഫിഷ്യൻസി ഉണ്ടാവും, വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടാവും, വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി. അപ്പം ഇതൊക്കെ ഒരു പ്രധാന ന്യൂട്രീഷനാണ് നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് തന്നെ. അപ്പം ഇതൊക്കെ കുറഞ്ഞാലും കുട്ടികൾക്ക് അറ്റൻഷൻ ഉണ്ടാവില്ല. അപ്പം അവർക്ക് അറ്റൻഷൻ ഇല്ലെങ്കിൽ തന്നെ ഈ ലേണിംഗ് പ്രോബ്ലം വരാം. സോ ദാറ്റ് ഈസ് വൺ കോസ്. പിന്നെ സെക്കൻഡ്ലി ഈ അറ്റൻഷൻ ഇല്ലെങ്കിൽ നമുക്ക് മരുന്ന് കൊടുത്തിട്ട് അവരുടെ അറ്റൻഷൻ ഇംപ്രൂവ് ചെയ്യാം. ഒന്ന് നമ്മൾ ആക്ടിവിറ്റീസ് വെച്ചിട്ട്, ഇപ്പോൾ ഓക്യുപ്പേഷണൽ തെറാപ്പി പറഞ്ഞു, സെൻസറി ഇൻറ്റിഗ്രേഷൻ, അത് വെച്ചിട്ട് ചെയ്യാം. അല്ലാതെ മെഡിസിൻ വേണ്ടി വരുന്നതെന്ന് പറഞ്ഞാൽ ചില കുട്ടികൾ ഒട്ടും അറ്റൻഷൻ ഇല്ലാതെ വരുമ്പം നമ്മൾ പഠിപ്പിക്കണമെന്നൊന്നും അവർക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മളും ഫ്രസ്ട്രേറ്റഡ് ആവും, അവരും ഫ്രസ്ട്രേറ്റഡ് ആവും, ഒരു സാധനം തന്നെ പല പ്രാവശ്യവും പറഞ്ഞുകൊണ്ടിരിക്കുമ്പം. അപ്പോൾ ഈസി വേ ആയിട്ട് ഗ്രാസ്പ് ചെയ്യാൻ നമുക്ക് ചില മരുന്നുകളുണ്ട്, അറ്റൻഷൻ ഇംപ്രൂവ് ചെയ്ത് നമ്മൾ പറയുന്നത് അവർ ഗ്രാസ്പ് ചെയ്യാൻ. അറ്റ്ലീസ്റ്റ് നമ്മുടെ അടുത്ത് കുറച്ച് മിനിറ്റെങ്കിലും ഇരുന്ന് കിട്ടിയാൽ മാത്രമേ നമുക്ക് അവരെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് മരുന്ന് ചില കേസുകളിൽ ചില മരുന്നുകൾ പ്രയോജനം ചെയ്യുമെന്നാണ് പറയുന്നത്. അതിനിടയ്ക്ക് ഡോക്ടർ പറഞ്ഞല്ലോ, ഈ അറ്റൻഷൻ ഡെഫിസിറ്റ് ഉള്ള ചില കുഞ്ഞുങ്ങൾ, ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ചില കുഞ്ഞുങ്ങൾ, അവർക്ക് ഈ മരുന്ന് കൊണ്ടുള്ള ഒരു ചികിത്സ പ്രയോജനം ചെയ്യുമോ? അതെ, അവർക്കും പ്രയോജനം ചെയ്യും. അപ്പോൾ ഒരുപാട് ഹൈപ്പർ ആക്ടിവിറ്റി നമ്മൾ കാണുകയാണെങ്കിൽ അവരെ ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? മെഡിക്കലായിട്ട് മരുന്ന് കൊടുത്ത് അവരെ ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യം എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു നോർമൽ ഏജിന് അനുസരിച്ചുള്ള ആക്ടിവിറ്റി ആണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പം 4 വയസ്സിൽ ഉള്ള കുട്ടികൾ ഭയങ്കര ഹൈപ്പർ തന്നെ ആയിരിക്കും, അപ്പം അവർക്ക് മരുന്നിൻ്റെ ആവശ്യമില്ല. പക്ഷെ ഓവറായിട്ടുള്ള ആ ഏജിന് പറ്റാത്ത ഒരു ഹൈപ്പർ ആക്ടിവിറ്റി ആണ്, പിന്നെ ഡിസ്റപ്റ്റീവ് ആണ്, വേറെ ആൾക്കാർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ക്ലാസ്സിൽ ഇരിക്കുന്നില്ല, വേറെ കുട്ടികളെ ഉപദ്രവിക്കുന്നു, അത് പിന്നെ ഏതെങ്കിലും സിറ്റുവേഷനിൽ ഇപ്പോൾ ഹോം ആയാലും പുറത്തായാലും ഏതെങ്കിലും 2 സിറ്റുവേഷനിൽ അവർ ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കണം. ഇപ്പം ഹോം മാത്രം ഹൈപ്പർ ആക്റ്റീവ് ആണെങ്കിൽ നമ്മൾ അത് ഹൈപ്പർ ആക്ടിവിറ്റിക്ക് മെഡിസിൻ ആവശ്യമില്ല. അത് 2 സോഷ്യൽ സിറ്റുവേഷൻ അതിലും പിന്നെ പഠനത്തിലും സോഷ്യൽ ആക്ടിവിറ്റിയിലും എന്തെങ്കിലും അപാകത വരുന്നുണ്ടെങ്കിൽ മാത്രമേ ട്രീറ്റ് ചെയ്യണ്ടൂ. അല്ലാതെ ഹൈപ്പർ ആക്ടിവിറ്റി ആസ് സച്ച് ക്യാൻ ബി ക്രിയേറ്റീവ്. ഒക്യുപേഷണൽ തെറാപ്പിയിൽ ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുട്ടികളിൽ ഒത്തിരി ഉപയോഗപ്രദമാകും. അതായത് ഇപ്പോൾ അവർ ഓവർ ആക്റ്റീവോ ഓവർ ഇമ്പൾസിവിറ്റി ഒക്കെ ആയിരിക്കും, അറ്റൻഷനൊക്കെ തീരെ കുറവായിട്ട് ഉള്ള കുട്ടികളായിരിക്കും. ഇത് 3ആയിട്ട് ഹൈപ്പർ ആക്ടിവിറ്റി നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഇൻഅറ്റൻറ്റീവ്നെസ്, ഇമ്പൾസിവിറ്റി, ഹൈപ്പർ ആക്ടിവിറ്റി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ കുട്ടികളിൽ നമ്മൾ കൂടുതൽ എക്സസൈസ് കൊടുക്കും തോറും അവരുടെ എനർജി ബേൺ ഓടിക്കുക, അങ്ങ് ഓടിച്ചേച്ച് തിരിച്ചു വരുമ്പോഴത്തേക്ക് പിന്നെ എനർജി ഒക്കെ കുറയുമോ? തീർച്ചയായിട്ടും കുറയും. അങ്ങനെയുള്ള ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള പിള്ളേര് ഓടി കഴിഞ്ഞേച്ച് വന്നാലും ഇരട്ടി എനർജി അവർ കാണിക്കും. സാധാരണ അവർ ടയേർഡ് ആയി കഴിയുമ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു സിറ്റിംഗ് ആക്ടിവിറ്റീസ് എന്തെങ്കിലും കൊടുത്തു കഴിയുമ്പോൾ ദേ ക്യാൻ കോൺസെൻട്രേറ്റ് ഇൻ ദാറ്റ് ആക്ടിവിറ്റീസ് വരും. എനർജി ബേൺ ഔട്ട് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കൊടുക്കണം. ഇവരുടെ ഈ ബിഹേവിയറൽ തെറാപ്പി ഏതെങ്കിലും രീതിയിൽ ഇവർക്ക് ഹെൽപ്ഫുൾ ആയി തീരുമോ? യെസ്, നമുക്ക് ആക്ച്വലി അറ്റൻഷൻ എൻഹാൻസിങ് ആക്ടിവിറ്റീസ് ഉണ്ട്. ദാറ്റ് ഇസ് ലൈക്ക് ഈ പിള്ളേർക്ക് ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ക്ലാസ് ടീച്ചേഴ്സ് ഭയങ്കരമായിട്ട് കംപ്ലൈൻറ്റ് പറയും, എഴുതുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല, ബാക്കി പിള്ളേരെ ഡിസ്റ്റർബ് ചെയ്യുന്നു. അപ്പം നമ്മൾ ഇൻസീറ്റ് ബിഹേവിയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അറ്റൻഷൻ കൂട്ടാനുള്ള ആക്ടിവിറ്റീസ് നമ്മൾ കൊടുക്കുന്നതായിരിക്കും. ഇങ്ങനെ കൊടുക്കാൻ നേരത്തെ സ്വാഭാവികമായിട്ട് അവരുടെ സ്കിൽസ് ഡെവലപ്പ് ആവും, ശ്രദ്ധ നല്ല രീതിയിൽ കൂടും, ഡിസ്ട്രപ്റ്റീവ് ബിഹേവിയർ കുറയും, ഹൈപ്പർ ആക്ടിവിറ്റിയും ഡിസ്ട്രാക്റ്റബിലിറ്റിയും കുറയുന്ന ചാൻസസ് ആണ് ഇതിനകത്ത്. ലേണിംഗ് ഡിസബിലിറ്റി ഉള്ളവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള ബിഹേവിയർ തെറാപ്പി ആവശ്യമായിട്ട് വരും. ലേണിംഗ് ഡിസബിലിറ്റിക്ക് കൂടുതലും ബിഹേവിയർ ഇഷ്യൂസ് അല്ല, ലേണിംഗ് ആയിട്ട് റെമഡിയൽ ട്രെയിനിങ്ങും ഇവാലുവേഷനും ആ രീതിയിലാണ് പോകുന്നത്. അതായിരിക്കും നല്ലതെന്ന്. യെസ്, അവർക്ക് ബിഹേവിയർ ഇഷ്യൂസ്, സ്റ്റബേർഡ്നെസ്, പിന്നെ അഗ്രഷൻ അങ്ങനെ വരുവാണെങ്കിൽ നമ്മൾ ബിഹേവിയർ തെറപ്പിയും സൈക്കോ തെറപ്പിയും കൊടുക്കുന്നതായിരിക്കും. അതില്ലാതെ ഉള്ളി ലേണിംഗ് ഡിസബിലിറ്റി ആണെങ്കിൽ റെമഡിയൽ ട്രെയിനിങ് ആയിരിക്കും അതിന് ബെസ്റ്റ് ആയിട്ടുള്ളത്. അപ്പം ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുഞ്ഞുങ്ങൾക്ക് റെമഡിയൽ മെഷേഴ്സ്, അതിൻ്റെ ഭാഗമായിട്ട് എക്സസൈസുകൾ, ഓക്യുപേഷണൽ തെറാപ്പി, സ്പീച്ച് തെറാപ്പി, മെഡിസിന്, ബിഹേവിയറൽ തെറാപ്പി, ഇതൊക്കെ ഒരു പരിധി വരെ അവരെ സഹായിക്കും. അവരുടെ ആ ഒരു ലെവലിനെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കുമെന്നാണ് പറഞ്ഞത്. ഇങ്ങനെ ഒരു കുഞ്ഞ് ഒരു വീട്ടിലുണ്ടെങ്കിൽ മാതാപിതാക്കൾ വല്ലാത്ത ബുദ്ധിമുട്ട് അനുഭവിക്കും. അവരുടെ ആങ്സൈറ്റി ലെവൽ ഉയരും,
അവരുടെ സ്ട്രെസ് ലെവൽ ഉയരും, അത് അവരുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കും, അവരുടെ ബന്ധങ്ങളെ ബാധിക്കും, അവരുടെ സോഷ്യൽ ലൈഫിനെ ബാധിക്കും, അവരുടെ കുടുംബജീവിതത്തെ ബാധിക്കും. ഇങ്ങനെ എല്ലാ മേഖലകളിലും ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ കൗൺസിലേഴ്സായിട്ട് വന്നിരിക്കുന്ന നിങ്ങൾക്ക് ഈ കുഞ്ഞുങ്ങൾ ഉള്ള ഭവനങ്ങളിലെ മാതാപിതാക്കൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാനുള്ള സാധ്യതയുണ്ടോ ഒന്ന് പറഞ്ഞാട്ടെ. അവർക്ക് സാധാരണയായിട്ട് പലപ്പോഴും ഒത്തിരി ടെൻഷൻസ് കാണും. പിന്നെ അതുപോലെ തന്നെ അവരുടെ കുഞ്ഞ് ബാക്കിയുള്ള കുഞ്ഞുങ്ങളിൽ നിന്ന് ഡിഫറെൻ്റ് ആണ്. അന്നേരം അത് അവർക്കൊരു വലിയൊരു ഇൻസെക്യൂരിറ്റിയും, അതുപോലെ തന്നെ ടീച്ചേഴ്സ് അവരോട് പറയും ഇവർ പഠനത്തിൽ മോശമാകുന്നു. അതൊരു പ്രധാന കാരണം. മറ്റ് കുഞ്ഞുങ്ങളിൽ നിന്ന് ഞങ്ങളുടെ കുഞ്ഞ് വ്യത്യസ്തമാണെന്ന് അറിയുമ്പോൾ അവർക്ക് അവരെക്കുറിച്ച് തന്നെ ഒരു അപകർഷതാബോധം തോന്നാനുള്ള സാധ്യതയുണ്ടെന്നുള്ളത്. തീർച്ചയായിട്ടും. കാരണം ടീച്ചേഴ്സ് എപ്പോഴും അവരോട് പറയുന്നത് ഇവരുടെ ഒരു പ്രോബ്ലമാണ്, ഇവർ പഠിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ ടീച്ചേഴ്സിനും ഇവർക്കത് പലപ്പോഴും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല, ലേണിംഗ് ഡിസബിലിറ്റിയാണ്. കാരണം ഇപ്പോഴത്തെ ഒരു ഇതനുസരിച്ച് ഏറ്റവും കൂടുതൽ പഠിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിക്കുന്ന കുഞ്ഞാണ് ഏറ്റവും മിടുക്കൻ. അന്നേരം അങ്ങനെ വരുമ്പോഴത്തേക്കും അവരുടെ കുഞ്ഞ് ഡിഫറെൻ്റ് ആവുമ്പം ആ ഒരു അപകർഷതാബോധം ഉണ്ടാകും. തീർച്ചയായിട്ടും ഇത് ഞങ്ങളുടെ ഒരു കുറവാണ്, ബലഹീനതയാണ് എന്നൊരു ചിന്ത അവരുടെ മനസ്സിലുണ്ടാകും. അതെങ്ങനെയാ അവരെ ബാധിക്കുന്നത്? അവരെ ബാധിക്കുന്നത് തീർച്ചയായിട്ടും അവർക്ക് തന്നെ അവരോട് തന്നെ ഒരു വെറുപ്പ് തോന്നും. ഇത് എന്തോ ഞങ്ങളുടെ പ്രോബ്ലം ആണോ, ഇത് ഞങ്ങളുടെ പ്രോബ്ലം കൊണ്ടാണോ ഈ കുഞ്ഞിന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളൊരു വെറുപ്പ് തോന്നാൻ ധാരാളം. അതുകൊണ്ട് അവർ സമൂഹത്തിൽ ചിലപ്പോൾ ഒറ്റപ്പെട്ടിരിക്കാൻ സാധ്യതയില്ലേ? തീർച്ചയായിട്ടും സോഷ്യലൈസേഷനെ അത് ബാധിക്കും അല്ലേ? തീർച്ചയായിട്ടും. ഭാര്യ ഭർത്തൃ ബന്ധത്തെ ഇത് ചിലപ്പോൾ ബാധിച്ചു എന്ന് വരാം. തീർച്ചയായിട്ടും. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു നിന്റെ കുഴപ്പമാണ്, അല്ലെങ്കിൽ നിന്റെ വീട്ടുകാർക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നു, അങ്ങനെയുള്ള ഒരു കുറ്റപ്പെടുത്തലുകളും അങ്ങനെയൊക്കെ അവരുടെ ഭവനത്തിൽ ഉണ്ടാകാനായിട്ട് സാധ്യത. അങ്ങനെയാണെന്ന് വരികിൽ ഈ മാതാപിതാക്കൾക്ക് അവരുടെ ഒരു സെൽഫ് എസ്റ്റീം വളരത്തക്ക രീതിയിൽ ഈ കുഞ്ഞുങ്ങളെ അഭിമാനപൂർവ്വം അംഗീകരിക്കത്തക്ക രീതിയിൽ ഏതെങ്കിലും രീതിയിലുള്ള കൗൺസിലിംഗ് കൊടുക്കാനായിട്ട് സാധിക്കുമോ? ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് ഈ കുറ്റപ്പെടുത്തലുകൾ, നിൻ്റെ കുറവുണ്ട് എൻ്റെ കുറവുണ്ട്, അല്ലെങ്കിൽ നിൻ്റെ ഫാമിലിയിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കുറ്റപ്പെടുത്തൽ, രണ്ട് ഹൈ എക്സ്പെക്റ്റേഷൻ. എൻ്റെ മകനാണെങ്കിലും അതൊരു കുറവുണ്ടെന്ന് സമ്മതിക്കാനായിട്ട് വീട്ടുകാർ അല്ലെങ്കിൽ മാതാപിതാക്കൾ സമ്മതിക്കുകയില്ല. പിന്നെ വരുന്ന ഒരു പ്രശ്നമാണ് ഈ പറഞ്ഞ പോലെ വർത്ത്ലെസ്നെസ്, അത് എന്നിലെന്തോ ഒരു കുറവുണ്ടെന്നുള്ള ഇത്രയും കാര്യങ്ങൾ ഷോർട്ട്ലി അവരെ നന്നായിട്ട് ബാധിക്കുന്നൊരു കാര്യം. അപ്പോൾ അതിനകത്ത് വരുന്നത് അവന് ഏതെങ്കിലും ഒരു ഏരിയയിൽ ആ കുട്ടി എക്സ്പേർട്ടായിരിക്കും, ഏതെങ്കിലും ഒരു ഏരിയയിൽ എക്സ്പേർട്ടായിരിക്കും. ആ ഏരിയ തിരിച്ചറിഞ്ഞ് അവൻ ആ ഏരിയയിൽ അവൻ്റെ കഴിവിനെ വളർത്തിയെടുക്കുക എന്നുള്ളത് ഫാമിലിയുടെ സപ്പോർട്ട് കൂടിയേ സാധിക്കത്തുള്ളൂ. പറഞ്ഞതിനകത്ത് ഒരു കാര്യമുണ്ട്. അതായത് സാധാരണ ഏതെങ്കിലും രീതിയിൽ പഠന വൈകല്യമുള്ള കുഞ്ഞുങ്ങൾ മറ്റ് ഏതെങ്കിലും രീതിയിൽ അസാധാരണമായ ഒരു കഴിവ് അവരിൽ ഉണ്ടായിരിക്കും. ആ കഴിവ് കണ്ടെത്തി അതിൽ ആ കുഞ്ഞിനെ വളർത്തിക്കൊണ്ട് വരുവാനായിട്ട് മാതാപിതാക്കൾക്ക് ആവശ്യമായ കൗൺസിലിംഗ് കൊടുക്കേണ്ടതായിട്ടുണ്ടെന്നാണ് പറഞ്ഞല്ലേ? അതിനോടൊപ്പം തന്നെ അക്സെപ്റ്റ് ചെയ്യുക, അവർ അംഗീകരിക്കുക, റിയാലിറ്റി പലരും റിയാലിറ്റി അംഗീകരിക്കുകയില്ല. അവര് ഒരു കൗൺസിലിംഗ് സെന്റർ അല്ലെങ്കിൽ അടുത്ത സൈക്കോളജിസ്റ്റ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഒരിക്കലും സമ്മതിക്കില്ല എൻ്റെ കുട്ടിക്ക് ഒരു കുറവുണ്ട്, കാക്കയ്ക്ക് തൻകുഞ്ഞ് പെൺകുഞ്ഞ് എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു അവസ്ഥയുണ്ട്. പക്ഷെ അങ്ങനെയല്ല, ഇവനൊരു കുറവുണ്ടെന്ന് പറഞ്ഞ് അതിനെ ആ രീതിയിൽ തന്നെ അക്സെപ്റ്റ് ചെയ്യുക, റിയാലിറ്റി അംഗീകരിക്കുക എന്നുള്ള ഒരു ഇൻഫർമേഷൻ, ഒരു സൈക്കോ എഡ്യൂക്കേഷനും കൂടെ നമ്മൾ കൊടുക്കാറ്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള വൈകല്യങ്ങൾ ഉണ്ട് എങ്കിൽ റിയാലിറ്റിയെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കണം. അതിനപ്പുറമായിട്ട് മറ്റു ചില മേഖലകളിൽ അസാധാരണമായ കഴിവ് ഇവർക്കുണ്ട് എന്നുള്ളത് അംഗീകരിക്കാനായിട്ട് അവരെ കൊണ്ട് സാധിക്കണം. അതിന് കൗൺസിലിംഗ് ഒരു പരിധി വരെ സഹായകരമായി തീരുമെന്നാ പറഞ്ഞു. എന്താ ഏതാണ്ട് ഈ കമ്പാരിസൺ ഉണ്ടല്ലോ മറ്റുള്ള കുട്ടി, അതും അവസാനിപ്പിക്കണം. അതുകൂടെ ഇതിനകത്തൊരു മെയിൻ പോയിന്റ് ആണ്. മറ്റുള്ള കുട്ടികളെ കമ്പയർ ചെയ്യുക, പരസ്പര താരതമ്യം ചെയ്യുക. അത് നമ്മൾ എത്ര പറഞ്ഞാലും മാതാപിതാക്കളുടെ ജീവിതത്തിൽ അവരുടെ മനസ്സിൽ തൻ്റെ കുഞ്ഞിനെ വേറൊരു കുഞ്ഞുമായിട്ട് താരതമ്യം ചെയ്ത് അത്രയും വരുന്നില്ല എങ്കിൽ ദുഃഖിക്കുകയും അതിന് മുകളിലാണെങ്കിൽ അഹങ്കരിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം സാധാരണയുള്ളതാണ്. അത് മാറ്റിയെടുക്കാനായിട്ടൊക്കെയുള്ള ശ്രമങ്ങളൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട്. എങ്കിൽ തന്നെയും പൂർണ്ണമായിട്ട് അത് ഫലവത്തായിട്ടില്ല. എന്നാലും നമുക്ക് മാതാപിതാക്കളോട് പറയാം, അവരവരുടെ കുഞ്ഞിന് അവരവർക്ക് ആവശ്യമായിരിക്കുന്ന താലന്തുകളും കഴിവുകളും ദൈവം കൊടുത്തിട്ടുണ്ട്. അതിനെ അംഗീകരിക്കണം. മറ്റൊരു കുഞ്ഞിനെ പോലെ എൻ്റെ കുഞ്ഞായി തീരത്തില്ല, എൻ്റെ കുഞ്ഞിനെ പോലെ വേറൊരു കുഞ്ഞുമാകത്തില്ല. എനിക്ക് ലഭിച്ചിരിക്കുന്ന കുഞ്ഞിന് അതിൻ്റേതായ ഒരു തന്മയുണ്ട്. അത് അംഗീകരിക്കാനായിട്ട് മാതാപിതാക്കളെ കൗൺസിലിങ്ങിലൂടെ നമ്മൾ സഹായിക്കണം എന്നാണ് പറഞ്ഞത്. എന്തോ പറയാൻ പറഞ്ഞു?
എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളൊരു കാര്യം, കുട്ടികളെ കുറ്റം പറയുന്നതിനൊപ്പം തന്നെ അവർ പാരൻസ് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. ഇവർ മക്കളുമായിട്ട് സ്പെൻഡ് ചെയ്യാനുള്ള സമയം കുറച്ച് കൂടുതലുണ്ടാക്കണം. അച്ഛനിപ്പം അച്ഛന് ജോലിക്ക് പോയേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഇടയ്ക്ക് കുറച്ച് നാൾ ലീവ് എടുത്തിരിക്കുമോ. ഈ കുട്ടിയെ ലോകം എന്താണെന്നും നിറങ്ങൾ എന്താണെന്നും ഓരോന്നിൻ്റെ രുചിയും മണവും എല്ലാം എന്താണെന്നും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ഇന്ന് പാരൻസിന് തീരെ സമയമില്ല. ഈവൻ കളേഴ്സ് വരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത ചില പിള്ളേർ വരാറുണ്ട്. അവരെയും സോഷ്യലൈസേഷന്റെ ഭാഗമാക്കി മാറ്റണം എന്നാ പറയുന്നത് അല്ലേ? അതെ. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെന്ന് വരികിൽ ഇങ്ങനെ പ്രത്യേകതകളുള്ള ചില കുഞ്ഞുങ്ങളെ ഏതെങ്കിലും അതിനുവേണ്ടിയുള്ള ഹോമിലാക്കുന്നതാണോ നല്ലത്, അതോ സ്വന്തം കുടുംബത്തിൽ മാതാപിതാക്കളോടൊത്ത് നിന്ന് വളരുവാൻ അനുവദിക്കുന്നതാണോ നല്ലത്? പിതാക്കൾക്കാണ് ഏറ്റവും വലിയ റോൾ ഇതിനകത്ത് ചെയ്യാനുള്ളത്. ഏറ്റവും വലിയൊരു റെമഡിയൽ ടീച്ചർ എന്ന് പറഞ്ഞാൽ പാരൻസ് ആയിരിക്കും. ഇവരുടെ കൊച്ചു കൊച്ചു ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ചെറുപ്പത്തിലെ തന്നെ ഡിനേ ചെയ്യാതെ എന്തുകൊണ്ടാണ് വേണ്ടാന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്താണ് നല്ലത് എന്ന് തിരിച്ചറിയാനുള്ള കഴിവ് പിള്ളേർക്ക് ചെറുപ്പത്തിലേ ഉണ്ടാക്കി. അപ്പൊ മാതാപിതാക്കളോട് നിന്ന് വളരുന്നതാണ് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് നല്ലതെന്നാണ് പറയുന്നത്. ചില ബിഹേവിയറൽ പ്രോബ്ലംസ് കാണിക്കുന്ന ചില കുഞ്ഞുങ്ങളുണ്ടല്ലോ, ഈ സ്വഭാവ വൈകല്യങ്ങൾ എന്നൊക്കെ, പെരുമാറ്റ വൈകല്യങ്ങൾ എന്നൊക്കെ പറയുമല്ലോ. അത് സാധാരണ കുഞ്ഞുങ്ങൾക്കൊക്കെ കുറേ കുസൃതികളൊക്കെ കാണും. എന്നാൽ ഈ പെരുമാറ്റ വൈകല്യം എന്ന് പറയുന്നത് അതെങ്ങനെയാ ഒന്ന് മാറ്റിയെടുക്കാൻ സാധിക്കുമോ? അതെ, മാറ്റിയെടുക്കാൻ സാധിക്കും. കൂടുതലും കണ്ടുവരുന്നതെന്ന് വെച്ചാൽ അഗ്രഷൻ, ദേഷ്യം, വാശി, കരയുക, സാധാരണയ്ക്ക് അപ്പുറമായ എങ്ങനെയാന്ന് വെച്ചാൽ പേരൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത വരുമ്പോഴാണ് നമുക്ക് സാധാരണ അപ്രൂവാന്ന് പറയുന്നത്. അപ്പൊ ഈ അവസരം വരാൻ നേരത്തെ പബ്ലിക്കിൽ ഒരു കടയിൽ കയറുമ്പം ഒരു സാധനത്തിന് വേണ്ടി വാശി പിടിക്കുക, അപ്പൊ എല്ലാവരും കാണും. അപ്പൊ പിന്നെ പേരൻസ് എന്ത് വിചാരിക്കുമോ, എല്ലാവരും കാണുകയല്ലേ, നമുക്ക് വാങ്ങിച്ചു കൊടുത്തേക്കാം. പക്ഷെ ശരിക്കും പേരൻസ് ആ കുട്ടിയുടെ വാശിക്ക് നിന്ന് കൊടുക്കാൻ പാടില്ല. അവരെ കുറെ കൂടി ഡിസ്ട്രാക്ട് ചെയ്യാണ് വേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറയുന്നത് നമ്മൾ വീട്ടിൽ തന്നെ നമുക്ക് തെറപ്പി സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ ബിഹേവിയർ തെറപ്പിനകത്ത് പേരന്റൽ കൗൺസിലിംഗ് നല്ല രീതിയിൽ നമ്മൾ കൊടുക്കും. ബിഹേവിയർ സ്ട്രാറ്റജീസ് കുറെ നമ്മൾ മനസ്സിലാക്കി കൊടുക്കും. ഏത് ബിഹേവിയർ ആണ് ഇഗ്നോർ ചെയ്യേണ്ടത്, ഏത് ബിഹേവിയർ ആണ് ഫോക്കസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഡിസ്ട്രാക്റ്റബിലിറ്റിയും ഡീവിയേഷനും ആ ഒരു ശ്രദ്ധ ആ ഒരു കാര്യത്തിൽ നിന്ന് മാറ്റിയിട്ട് കുട്ടീനെ കുറെ കൂടി ക്രിയേറ്റീവ് ആയിട്ട് കളർ ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ ഒന്ന് സൈക്കിൾ ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റി. ബിഹേവിയറൽ തെറാപ്പി ഭവനത്തിൽ തന്നെ ഒരു പരിധി വരെ തുടങ്ങണം. അപ്പൊ അങ്ങനെ തുടങ്ങാൻ നേരത്തെ കുട്ടിക്ക് കുറച്ചും കൂടെ റെസ്പോൺസിബിലിറ്റി ഫീൽ ചെയ്യും. ദ ചൈൽഡ് റെസ്പോൺസിബിൾ ആണെന്ന് തോന്നിക്കണം. ആ കുട്ടിയുടെ സ്വഭാവത്തിന് ഏതെങ്കിലും രീതിയിൽ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ സ്വഭാവങ്ങൾ കണ്ടാൽ അത് ഇഗ്നോർ ചെയ്ത് വിടരുതല്ലേ? വിടരുത്. അതാണ് കൂടുതലും നമ്മളത് ശ്രദ്ധിക്കണം. ചെറിയ പിള്ളേരെ നമ്മൾ നോക്കാൻ നേരത്ത് അവർ അവരുടെ മാതാപിതാക്കളെ അടിക്കും, അവർ അവരുടെ ഗ്രാൻഡ് പേരൻസിനെ അടിക്കും. അവർ ചെറിയ കുട്ടിയല്ല, പോട്ടെ സാരമില്ലെന്ന് പറയും. പക്ഷെ ആ കുട്ടി തന്നെ 3-4 വയസ്സാകുമ്പം അതിന്റെ ആ അടി അതൊരു വയലൻസ് ആയി കഴിഞ്ഞു, അതൊരു അഗ്രഷൻ ആയി കഴിഞ്ഞു. 40 വയസ്സായാലും അപ്പനെ അടിക്കും. യെസ്. അപ്പൊ ആ ഒരു ബിഹേവിയർ നമ്മൾ ആദ്യമേ തന്നെ കുഞ്ഞല്ലേ എന്ന് പറഞ്ഞ് ഇഗ്നോർ ചെയ്ത് കളയുമ്പോഴാണ് പിന്നെ അതൊരു വയലൻസ് ആയിട്ട് വരുന്നത്. ചെറുപ്പത്തിൽ തന്നെ ചെയ്യേണ്ടത് നമ്മൾ ചെയ്തിരിക്കണം. ഒന്നും ഇഗ്നോർ ചെയ്ത് കളയരുത്. എല്ലാം പ്രധാനം. അതെ, പല പ്രശ്നങ്ങളെ കുറിച്ചാണ് നമ്മൾ കേട്ടത്, കുഞ്ഞുങ്ങളുടെ ഇടയിലുള്ള പല പ്രശ്നങ്ങൾ. ഈ മേഖലയിൽ ഉള്ള മാതാപിതാക്കളെ സഹായിപ്പാനായിട്ട് മുൻകൈയെടുത്തൊരു വ്യക്തിയാണല്ലോ സജി. ഇതെല്ലാം കേട്ട് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെയുള്ള ഈ മാതാപിതാക്കൾക്ക് കൊടുക്കാനായിട്ട് എന്തെങ്കിലും ഒരു പ്രത്യേക മെസ്സേജ് ഒന്ന് പറയാമോ? എക്സസീവായ എക്സ്പെക്ടേഷനോടുകൂടി ഇങ്ങനെയുള്ള കുട്ടികളുടെ അടുത്ത് സമീപിക്കുകയോ തെറാപ്പി സെന്ററിൽ ഡിമാൻഡുകൾ വെക്കുകയോ ചെയ്യാതിരിക്കുക. തെറാപ്പി സെന്ററുകളും ഹോസ്പിറ്റലും ഒക്കെ എക്സിസ്റ്റ് ചെയ്യുന്നത് ഇവരുടെ വെൽഫെയറിന് ബേസ് ചെയ്താണ്. ഈ കുഞ്ഞുങ്ങളെ കുറിച്ച് മാതാപിതാക്കൾക്ക് ഒരു ശുഭാപ്തി വിശ്വാസം വയ്ക്കുവാൻ തക്കവണ്ണം എന്തെങ്കിലും ഉണ്ടോ? തീർച്ചയായും എല്ലാ പേരൻസിനും റിമാർക്കബിൾ ആയ ചേഞ്ച് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതായത് ഈ കുഞ്ഞുങ്ങളിൽ റിമാർക്കബിൾ ആയിട്ടുള്ള ചേഞ്ച് ഉണ്ടാക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ഏതെങ്കിലും സ്വഭാവ വൈകല്യങ്ങളോ പഠന വൈകല്യങ്ങളോ മറ്റേതെങ്കിലും രീതിയിൽ ബൗദ്ധിക തലത്തിലോ ബന്ധതലത്തിലോ ഏതെങ്കിലും വൈകല്യങ്ങളോ ഉള്ള കുഞ്ഞുങ്ങളാണെന്ന് വരികിൽ അവരെ ഓർത്ത് പേരൻസ് അധികം നിരാശപ്പെടേണ്ട ആവശ്യമില്ല. കാരണം അത് മാറ്റിയെടുക്കുവാൻ ഒരു പരിധി വരെയെങ്കിലും നമുക്കിന്ന് സാധിക്കും. അത് ഒരു പക്ഷെന്ന് വരികിൽ കൗൺസിലിങ്ങിലൂടെയോ അതോടൊപ്പം മരുന്നുകളിലൂടെയോ റെമഡിയൽ മെഷേഴ്സിലൂടെയോ ഓക്യുപ്പേഷണൽ തെറാപ്പിയിലൂടെയോ സ്പീച്ച് തെറാപ്പിയിലൂടെയോ ബിഹേവിയറൽ തെറാപ്പിയിലൂടെയോ ഒക്കെ ആയിരിക്കും ഒരു പക്ഷേ സാധിക്കുന്നത്. ഇതിൽ ഏതെങ്കിലും ഒന്നിൽ മാത്രം നമ്മൾ അധികം ആശ്രയിക്കരുത്.
ഇതിൻ്റെ എല്ലാം ഒരു കോമ്പിനേഷനാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. അങ്ങനെയാണെന്ന് വരികിൽ നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ശുഭാപ്തി വിശ്വാസം വയ്പ്പാനായിട്ട് എല്ലാ കാരണങ്ങളും നമുക്ക് ഉണ്ട് എന്നാണ് പറഞ്ഞത്. നമ്മുടെ കുഞ്ഞുങ്ങൾ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഇത് പല മാതാപിതാക്കളെയും ഒരുപാട് നിരാശയിലാക്കുന്നതാണ്. എൻ്റെ കുഞ്ഞ് മാത്രം എന്തുകൊണ്ട് ഇങ്ങനെയായി? മറ്റുള്ളവരെ പോലെ എൻ്റെ കുഞ്ഞിനെ ഓർത്ത് അഭിമാനിപ്പാൻ എനിക്കൊന്നുമില്ലല്ലോ എന്നോർക്കുമ്പോൾ പല മാതാപിതാക്കൾക്കും നിരാശയുണ്ടാകും. അവർ ചിലപ്പോൾ ഡിപ്രഷനിലേക്ക് പോകും. അതവരുടെ വ്യക്തിത്വത്തെ പല രീതിയിൽ ബാധിച്ചു എന്ന് വരാം. എന്നാൽ ഇന്ന് നമ്മുടെ ഈ ചർച്ചയിലൂടെ നിങ്ങൾ മനസ്സിലാക്കിയൊരു സംഗതി, ആ കുഞ്ഞുങ്ങളെക്കുറിച്ചൊക്കെ പ്രത്യാശ വയ്പ്പാൻ ന്യായമായ കാരണങ്ങൾ നമുക്കുണ്ട്. ആ കുഞ്ഞുങ്ങളെ ഒരു പരിധിവരെയെങ്കിലും നമുക്ക് കറക്റ്റ് ചെയ്യുവാനും വളർത്തുവാനും സാധിക്കും എന്നുള്ള വലിയ സംഗതിയാണ്. അതിന് തക്കതായുള്ള സെൻറ്ററുകളുണ്ട്, അതിന് തക്കതായുള്ള കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അവരെ നമ്മൾ സമീപിക്കുകയാണെന്ന് വരികിൽ അതിനാവശ്യമായ രീതിയിലുള്ള സഹായം അവർ നമുക്ക് ചെയ്യും. കുടുംബത്തിൻ്റെ ഒരു ബാധ്യത വരികയാണെന്ന് വരികിൽ അതിനെ ഡീൽ ചെയ്യുവാൻ ഒരു പരിധിവരെ കൗൺസിലിംഗ് സഹായം ഇതിന് ഹെൽപ്ഫുള്ളായിട്ട് തീരും എന്നുള്ളതും നമ്മൾ കേട്ടു. അപ്പോൾ എല്ലാ രീതിയിലുള്ള സഹായങ്ങൾ ലഭ്യമാകുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കുഞ്ഞുങ്ങളെ ഓർത്ത് നമുക്ക് അഭിമാനം കൊള്ളാം. കാരണം ദൈവത്തിൻ്റെ ഒരു സൃഷ്ടിയും മോശമായ സൃഷ്ടിയല്ല. ദൈവം ഒരു കുഞ്ഞിനെ പോലും മോശമായി സൃഷ്ടിച്ചിട്ടില്ല. ഒന്നല്ലെങ്കിൽ മറ്റൊരു കഴിവ് കുഞ്ഞുങ്ങൾക്ക് കൊടുത്താണ് ദൈവം അവരെ സൃഷ്ടിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെന്ന് വരികിൽ അവരെ ഓർത്ത് നമ്മൾ അഭിമാനം കൊള്ളണം, അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കണം. ആ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരുവാനുള്ള വലിയ ഉത്തരവാദിത്വം ദൈവം ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നുള്ള അവബോധത്തോടുകൂടെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് സഹായിക്കാം. ആ കുഞ്ഞുങ്ങൾ നല്ല രീതിയിൽ വളർന്നു വരുവാൻ ആവശ്യമായ ദൈവകൃപ ദൈവം നമുക്ക് തരും. അതിനാവശ്യമായ മനസ്സ് നിങ്ങൾ വയ്ക്കണം. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ കുഞ്ഞുങ്ങളും സന്തോഷമുള്ള ഒരു ഭവനത്തിൻ്റെ ഭാഗമായിട്ട് മാറും. ബി പോസിറ്റീവിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ഇതിൽ ചർച്ച ചെയ്ത വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പ്രയോജനപ്രദമായി തീരും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയുവാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കേണ്ടുന്ന വിലാസം: ദ പ്രൊഡ്യൂസർ, ബി പോസിറ്റീവ്, ഷാലോം TV, പെരുവണ്ണാമൂഴി, കോഴിക്കോട്. ഇനി വീണ്ടും കണ്ടുമുട്ടുന്നത് വരെയും എല്ലാവർക്കും എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. ബി പോസിറ്റീവ്.